ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റ ഇതിന് മുന്നേ ഇഷ്ടംപോലെ പ്രാവശ്യമായിട്ട് സിയറ അവരുടെ ആഡ്സിലൂടെയും അതുപോലെ നമ്മൾ അല്ലാതെ ലീക്കായിട്ടുമൊക്കെ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിലും ഫൈനലി അവരിപ്പോൾ ഒഫീഷ്യലി ഈ വാഹനം മീഡിയയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മീഡിയ എന്ന് പറയുന്നതിൽ ഞാനില്ല, അതുകൊണ്ട് തന്നെ എന്നെ അവർ വിളിച്ചില്ല. എനിവേ നമുക്ക് ജസ്റ്റ് വണ്ടിയെപ്പറ്റി മാത്രം സംസാരിക്കാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ നമുക്ക് ബാക്ക് ഷോട്ട്സിലൂടെ അല്ലാതെയും മൊത്തമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഷോട്ട്സിലും വണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇൻറ്റീരിയറും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്രാവശ്യം. അതായത് മൊത്തത്തിലുള്ള വണ്ടിയുടെ ഒരു അൺവേൽ എന്നുള്ള രീതിയിലാണ് അവരിപ്പം ഈ വാഹനം ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിനെ പറ്റി ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഗ്ലോസി ബ്ലാക്ക് പാനൽ ഐസ് വണ്ടി ആണെങ്കിൽ ടോപ്പ് പോർഷനിൽ കിട്ടുന്നുണ്ട്. ഇനി അതല്ല ഇ വി ആണെന്നുണ്ടെങ്കിൽ താഴത്തെ പോർഷനിൽ കൂടുതൽ ഗ്ലോസി ബ്ലാക്ക് വരും. മുകളിൽ നമുക്ക് ഡി ആറിൽ കണക്റ്റഡ് ആയിട്ട് സംഭവങ്ങളൊക്കെ കിട്ടും. അതൊക്കെ സെയിം ആണ്. ബാക്കി ലൈറ്റ്സിൻ്റെ സെറ്റപ്പ് എല്ലാം LED ആണ്. അതുപോലെ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഫ്രഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ സൈഡിൽ സിയറയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ ബി പില്ലറിൻ്റെ ഒരു ഡിസൈൻ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സിയറ ഇൻസ്പയർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലോയ് വീൽസ് ആണെങ്കിലും 19 ഇഞ്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഓവറോൾ ബോക്സി ഷേപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ 19 ഇഞ്ച് പോലെ തോന്നുന്നില്ലായിരിക്കും. പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ അത്യാവശ്യം നല്ല പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് പോലെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചിലപ്പം 18 ഇഞ്ച് കൊടുത്തിരുന്നത് തന്നെ അണ്ടർ ടയർഡായിട്ട് തോന്നിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം 19 ഇഞ്ച് എന്ന് പറയുന്നത് ഓക്കെയാണ്. ഓക്കെ അല്ല, വലിയ സൈസാണ്, പക്ഷേ ഈ വണ്ടിയിൽ അത്രയും തോന്നുന്നില്ല എന്നുള്ളൂ. പിന്നെ ബാക്കിലൊരു ഗ്ലാസ് കാനോപ്പി പോലത്തെ ഫിനിഷ്, അത് മിമിക്കാൻ അവർ ഗ്ലോസി ബ്ലാക്ക് പാനലൊക്കെ വെച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് പഴയ സിയറയുടെ കുറച്ച് ഡിസൈൻ ട്രേറ്റ്സ് ഇതിനകത്തോട്ടും ഉൾക്കൊള്ളിക്കുക എന്നുള്ള ഒരു സംഭവം, അത്രേ ഉള്ളൂ. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ ഇരിക്കുന്നത്. ഓർ ഒരു പരിധി വരെ അങ്ങനെ നമുക്ക് പറയാം. കാരണം നമ്മൾ ഇതുവരെ ടാറ്റ ഡി അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണ്. ഭയങ്കര ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് ഈ വാഹനം വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ആണെങ്കിൽ നമ്മളിതിൻ്റെ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ ഔഡിയുടെ Q7 പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. പിന്നെ റേഞ്ച് റോവറിന് ചില വാഹനങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പുതിയ റേഞ്ച് റോവറിലൊക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല യൂണീക്ക് ആയിട്ടുള്ളൊരു റിയർ ഡിസൈനാണ്. പിന്നെ ആ ഒരു ടെയിൽ ലൈറ്റ്സ് ആണെങ്കിലും കണക്റ്റഡ് ആണ്. ഭയങ്കര സ്ലിം ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പാണ് ഫ്രണ്ടിലായാലും ബാക്കിലായാലും എല്ലാം വരുന്നത്. ആൻഡ് ഭയങ്കര ക്ലീൻ ആണ്. ഇതിനകത്ത് അങ്ങനെ ഒരുപാട് റൈറ്റിങ്സ് ഒന്നും കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നും കുളമാക്കിയിട്ടില്ല. അതുപോലെ താഴത്താണെങ്കിലും നമുക്ക് സ്കിഡ് പ്ലേറ്റ്സും റിഫ്ലക്റ്റേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വൈപ്പറും നമ്മൾ നെക്സോണിലൊക്കെ കണ്ടതുപോലെ ഹിഡൻ ആണ്. അതുപോലെ തന്നെയാണ് സ്പെയർ ടയർ. അത് വണ്ടിയുടെ താഴെ നമ്മളിപ്പം പൊതുവേ ഈ ലാഡർ ഫ്രെയിം ഷാസിയുള്ള SUV അല്ലെങ്കിൽ കുറച്ച് വലിയ സൈസുള്ള വണ്ടികളിലേക്ക് വരുമ്പോഴേക്കും താഴത്തെ സ്പെയർ വീലാണെന്ന് പോലെ തന്നെ ഇതിനകത്ത് അങ്ങനെയാണ്. ഡിക്കിയുടെ അകത്ത് താഴത്തെ ഇതായാലല്ല വെച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്പെയർ വീലിൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒഫീഷ്യൽ നമ്പേഴ്സായിട്ട് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് കിട്ടുമായിരിക്കും. ഇത്രയും സൈസുള്ള വണ്ടി എന്ന രീതിയിൽ നോക്കുമ്പം കറക്റ്റ് ഫിഗേഴ്സ് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 500 ലിറ്റേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവുന്നു. പിന്നെ JBLൻ്റെ ഒരു സബ് വൂഫർ അവർ ഡിക്കിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബൂട്ട് ലാമ്പ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ പാർസൽ ട്രേ ഉണ്ട്, നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റിൻ്റെ അകത്തോട്ട് മടങ്ങിപ്പോക്കോളും. ഇനി അടുത്താണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് പോർഷനായ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. എക്സ്റ്റീരിയറിൽ പുതിയ ഒരു ഡിസൈൻ ഫിലോസഫി ഉണ്ടെന്ന പോലെ തന്നെയാണ് ഇൻറ്റീരിയറിലും അവർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ വേറൊരു ടാറ്റ വാഹനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന പോലെ തോന്നുന്നില്ല. കുറച്ച് പോർഷൻസ് ഓക്കെ. ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് നമുക്ക് ഹാരിയർ EVയിൽ കാണാം, ഓർ നോർമൽ ഹാരിയറിൽ കാണാം, കർവിൽ കാണാം, അങ്ങനത്തെ വണ്ടികളൊക്കെ കാണാം. അതുപോലെ തന്നെ AC യുടെ കൺട്രോൾ പാനൽ, അതും നമുക്ക് നെക്സോൺ, ഹാരിയർ അങ്ങനെ കുറേ വണ്ടികൾ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ്. പക്ഷേ അതല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡോർ പാഡ് ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ഒരു ഡിസൈൻ മൊത്തത്തിൽ പുതിയതാണ്. നമ്മുടെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസിൽ വ്യത്യാസമുണ്ട്. ഡോർ പാഡ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, സോഫ്റ്റ് ടച്ച് പാഡിങ്, ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ എല്ലാത്തിലും മൊത്തത്തിലൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ടാറ്റ ഇപ്പം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഈ ഒരു വാഹനത്തിലാണ്. ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ സൈസ് എത്രയാണ് എന്നുള്ളത് അവർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് ഒക്ടോബർ 25 തന്നെ പറയുന്നുണ്ടാവുള്ളൂ. ഓർ ചിലപ്പം ഈ വരും കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയുമായിരിക്കും, ചെറിയ ടീസേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട്. പക്ഷേ ഏതായാലും ഒരൊറ്റ സ്ക്രീൻ ലേഔട്ട് പോലെയാണ് അത് വരുന്നത്. എൻഡ് ടു എൻഡ് സ്ക്രീനാണ്. കാണുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷൊക്കെ ഉണ്ട്. പാസഞ്ചർ ഡിസ്പ്ലേ എല്ലാം കൂടെ വരുമ്പോഴേക്കും അഗൈൻ യൂസബിലിറ്റിയുടെ കാര്യം ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് ഇപ്പം ആ തേർഡ് സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കുമോ, ഓർ ഒക്കേഷണൽ യൂസ് ആയിരിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആ സംഭവം. പിന്നെ നമുക്ക് സെൻറ്റർ കൺസോൾ ഏരിയ അവിടെയും റീഡിസൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഗിയർ സെലക്ടർ നോബ് നമ്മൾ നെക്സോണും ഹാരിയർ അങ്ങനെയൊക്കെ കുറേ വണ്ടികൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതല്ലാതെ അതിൻ്റെ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ EV വണ്ടികളൊക്കെ കാണുന്ന പോലെ
ചെറിയൊരു ഇതിൻ്റെ അതായത് സെൻറ്റർ കൺസോളിൻ്റെ താഴത്തായിട്ടുള്ളൊരു സ്റ്റോറേജ് പോലെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഗ്ലോസി ബ്ലാക്ക് പാനൽ, പിന്നെ നമ്മുടെ നോർമൽ കൺട്രോൾസ് സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ അതിൻ്റെ ബാക്കിലായിട്ടൊരു വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്. ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട്, സ്ലൈഡിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് ഉള്ള ആംബ്രസ്റ്റ് ആണ്. അങ്ങനെയായിട്ടാണ് സെൻറ്റർ കൺസോൾ പോകുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടും അതുപോലെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ളൊരു ഫിനിഷിൽ ഇതിൻ്റെ ട്രാക്ഷൻ മോഡ്സിൻ്റെ ഒരു കൺട്രോൾ, പിന്നെ സ്പോർട്സ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ, അങ്ങനെ കുറേ മോഡ്സും ബട്ടൺസും കാര്യങ്ങളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. ടാറ്റ ഇപ്രാവശ്യം മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിലും ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷിലും അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫ്ലോസ് അവിടെ ഇവിടെയൊക്കെ കാണാം, പക്ഷെ എന്നാലും ഓവറോൾ നോക്കുമ്പം എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ അടുത്ത വലിയൊരു ഫീച്ചർ വരുന്നത് ഈ വാഹനത്തിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ വലിയൊരു പാനോറാമിക് സൺറൂഫാണ്. അത് ഇച്ചിരി ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ബാക്കിൽ നിന്ന്, അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അങ്ങ് ബാക്കിൽ ഡിക്കി വരെ പോവാണ് സൺറൂഫ്. അത്ര നീളമുണ്ട് പാനോറാമിക് റൂഫിന്. ഇനി ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമുക്കൊരു ട്വിൻ കളർ തീമിലാണ് വരുന്നത്. ഒരു ഗോൾഡ് ആൻഡ് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ബേജ് ആൻഡ് ഓഫ് വൈറ്റ് പോലത്തെ ഫിനിഷാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. അതുപോലെ നമുക്ക് എക്സ്റ്റൻഡബിൾ ഫ്രണ്ടിൽ അണ്ടർ തൈ സപ്പോർട്ട് അവൈലബിൾ ആണ്, 2 സീറ്റ്സിലുണ്ട്. ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ കോ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, മാനുവലാണ്. പക്ഷേ നമ്മുടെ ഫിസിക്കൽ ബോസ് മോഡ് അത് ഇലക്ട്രിക് അല്ലാന്നുള്ളൂ. മാനുവലായിട്ട് നമുക്ക് ലെഫ്റ്റിലത്തെ സീറ്റ് ബാക്കിൽ ഇരുന്നുകൊണ്ട് ബോസ് മോഡ് പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അതുപോലെ തന്നെയാണ് ബാക്കിലത്തെ സീറ്റ്സിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത്. അതായത് കളർ കോമ്പിനേഷൻ സെയിം ആണ്. പിന്നെ ബാക്കിൽ ആംറസ്റ്റ് ഉണ്ട്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റിന് അത്യാവശ്യം നല്ല വിഡ്ത്ത് ഉണ്ട്. അതുപോലെ അണ്ടർ തൈ സപ്പോർട്ട് ബാക്കിലും വളരെ നല്ലതാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സീറ്റിംഗ് കംഫർട്ടൊക്കെ വെച്ച് വണ്ടി അത്യാവശ്യം നല്ലതാണ്. സ്പേസും ഇത്രയും ഒരു ലെങ്ത്തും അതുപോലെ വീൽ ബേസും ഒക്കെ ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഓവറോൾ അവർ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫ്ലോർ പാൻ ഒരു ഇത്തിരി പൊങ്ങിയിട്ടാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ഹൈറ്റിൻ്റെ ആയിരിക്കാം. ഇനിയിപ്പോൾ ഇലക്ട്രിക് വരുമ്പോൾ അത് കുറച്ചും കൂടെ പൊങ്ങും. പക്ഷേ നമുക്ക് നടുവിലൊരു ഹമ്പൊന്നും അങ്ങനെ ഭയങ്കര വലിയ കാര്യമായിട്ട് വരുന്നില്ല, ചെറുതായിട്ടുള്ളൂ. ഇത്രയൊക്കെയാണ് വരുന്നതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. എനിക്ക് തോന്നിയത് AC കൺട്രോൾസ് അവർക്ക് പഴയത് ഉപയോഗിക്കുന്നതിന് പകരം നടുവിലത്തെ ആ ഒരു ബ്ലാക്ക് പാനലിനകത്ത് സിൽവർ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ലേ, അതിൻ്റെ അകത്ത് വേണമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമായിരുന്നു. അതാകുമ്പം നമുക്കൊരു പുതുമയും വന്നതിനെ സംഭവം മാറ്റിയെന്ന് പറയുകയും ചെയ്യായിരുന്നു. ഇനി അത് പോട്ടെ. ഇനി എഞ്ചിൻ ഓപ്ഷൻസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ 3 എഞ്ചിൻ ഓപ്ഷൻസാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. നമുക്കിപ്രാവശ്യം ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അറിയാം. ബേസിക് റേഞ്ചിൽ വരാൻ പോകുന്നു 1.5 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിനായിരിക്കും. അതിൻ്റെ പവർ ഫിഗേഴ്സ് അവർ കഴിഞ്ഞ ദിവസം കൺഫേം ചെയ്തായിരുന്നു. 120 bhpയും 140 Nm ടോർക്കുമാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ടർബോ ചാർജ്ഡ് വേർഷൻ ഉണ്ട്, 1.5 സെയിം 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നത്. 170 PS അതുപോലെ 280 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് നമ്മളിപ്പം ക്രെറ്റയുടെയൊക്കെ സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈവൻ ദോ ഈ വണ്ടിക്ക് അതിനേക്കാൾ ഇത്തിരി കൂടെ സൈസ് കൂടുതലുണ്ടെങ്കിൽ പോലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഇതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ഈ സെയിം എഞ്ചിൻ തന്നെ ഹാരിയറിലും സഫാരിലും ഈ വരുന്ന December 9 ലോഞ്ച് ഉണ്ട്. പിന്നെ പവറിൻ്റെ കാര്യത്തിൽ ടാറ്റ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടാറ്റയുടെ ഇതിന് മുന്നേ ഉള്ള ടർബോ പെട്രോൾ എഞ്ചിൻസ് പോലെ അത്ര സ്ലഗിഷ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഇൻറ്റേർണൽ റിസോഴ്സസിൽ നിന്ന് ഇതിന് മുന്നേ കുറച്ച് കാലമായിട്ട് ലീക്കായി വന്നിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് എന്തായാലും വണ്ടി ഇറങ്ങുന്ന സമയത്ത് നോക്കാം. അതിന് പുറമെ നമുക്കൊരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും പിന്നെ കിട്ടാൻ പോകുന്നത്. 118 bhpയും അതുപോലെ 260 Nm ടോർക്കുമാണ് വരുന്നത്. സെയിം നെക്സോണിലുള്ള അതേ ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഹാരിയറിനകത്തുള്ളത്. അതേതായാലും ഒരു കൊടുത്തില്ല. പക്ഷെ അത് കൊടുക്കാണ്ടിരുന്നത് നന്നായി. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ കൊടുത്തിരുന്നെങ്കിൽ അധികം ആൾക്കാർ വാങ്ങില്ലായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരും എഫിഷ്യൻസിക്ക് വേണ്ടിയും പിന്നെ ആ ഒരു നല്ല മിഡ് റേഞ്ച് പവറിന് വേണ്ടിയാണ് എടുക്കുന്നത്. 2 ലിറ്റർ എഞ്ചിനെ വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിത്തിരി ഓർക്കില്ലായിരിക്കും. മൈലേജ് കുറച്ച് കുറയും, കുറച്ചല്ല അത്യാവശ്യം നന്നായിട്ട് കുറയും സിറ്റി ട്രാഫിക്കിലൊക്കെ. പിന്നെ പ്രൈസും വല്ലാണ്ട് കൂടിപ്പോയതിന്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നെക്സോണിൻ്റെ ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൽ എഞ്ചിനാണ്. അതിൻ്റെ അകത്ത് അവർ കൊടുക്കുന്നുവെങ്കിലും ഇപ്പോൾ സെയിം വെന്യൂലുള്ള ഡീസൽ എഞ്ചിൻ തന്നെയാണ് ക്രെറ്റയിലും എൽക്കസാറിലൊക്കെ അവർ ഉപയോഗിക്കുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം മിഡ് റേഞ്ച് പവർ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ടോർക്ക് റഷ് കിട്ടുമല്ലോ. അതുമാത്രമല്ല ടർബോയുടെ ആ ഒരു സോണിലേക്ക് കയറി കഴിയുമ്പോഴുള്ള പവറും കിട്ടും. അതൊക്കെ ധാരാളമാണ് ശരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തെ പറ്റി അറിയുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ പതുക്കെ ലോഞ്ചിന് മുന്നേ ആയിട്ട്, ഈ ലോഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പ്രൈസ് അറിയാൻ പറ്റുമെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം ഒരു 11 to 12 lakhസിൻ്റെ അകത്തായിരിക്കും ബേസ് മോഡൽ എക്സ്ഷോറൂം വരാൻ പോകുന്നതെന്ന്. കാരണം കർവ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9.7 lakhs എന്നാണ്. അതിൽ നിന്ന് ഒരുപാട് കൂടുതലാക്കിയിട്ട് ഇതിൻ്റെ എൻട്രി ലെവൽ പ്രൈസ് വെക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഇൻട്രൊഡക്ടറി പ്രൈസ്. അപ്പോൾ പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആദ്യം കുറച്ച് വെച്ചിട്ട് പിന്നെ വേണേൽ പതുക്കെ അവർക്ക് കൂട്ടാം. ടോപ്പ് എൻഡൊക്കെ എങ്ങനെയായാലും എക്സ്ഷോറൂം 22 അല്ലെ 21 റേഞ്ച് വരെയൊക്കെ എന്തായാലും പോകുമായിരിക്കും. എനിവേ ഗൈസ്, നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടൈം കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.